ഹായ് ഫ്രണ്ട്സ്, റൈസപ്തൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങുക എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പലപ്പോഴും പലരുടെയും തകർച്ചയ്ക്ക് കാരണം അവരുടെ ഒരു മടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ ഫീല്. തന്നെ കൊണ്ടൊന്നും കഴിയില്ല, തൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു, തൻ്റെ പാസ്റ്റിലേക്ക് നോക്കി ജീവിച്ചിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, തനിക്ക് അതിനുള്ള കഴിവില്ല. പലരും ലോകത്തിൽ പല ആളുകളും സക്സസ് നേടിയത് കണ്ടിട്ട് പലരും തന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാവരും ഈ ലോകത്ത് വിജയിച്ചവരുടെ എല്ലാം ലൈഫിലുണ്ടായിരുന്നത്. പക്ഷെ അവർ ഒരു കാര്യം മാത്രമാണ് അവർ ലൈഫ് മാറ്റമുണ്ടായിരുന്നത്. അവർ 24 മണിക്കൂർ അവർ തൻ്റെ ബെസ്റ്റിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടിരുന്നു. അവർ ഒഴിവുകൾ പറഞ്ഞില്ല, തൻ്റെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളിൽ നിന്ന് അവർ ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ബെറ്റർ എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു. അവരുടെ പാഷന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെയാണ് അവർ റിസൾട്ടിലെത്തിയത്. അല്ലാതെ വെറുതെ സമയം പാഴാക്കി സോഷ്യൽ മീഡിയ, നെറ്റ്ഫ്ലിക്സ്, ആവശ്യമില്ലാത്ത മീഡിയകളൊക്കെ നോക്കി തങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്തില്ല. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അനാവശ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അതിന് റിസൾട്ട് എത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ചിലപ്പോൾ പലപ്പോഴും സമയത്ത് നമുക്ക് റിസൾട്ട് ഇല്ലാത്ത അവസ്ഥകളുണ്ടാകും. നമ്മൾ എഫേർട്ട് ചെയ്യുന്നതിന് അതിനൊരു റിസൾട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. ആ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് സക്സസ് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്ത് വിജയിച്ചവരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എല്ലാ കഴിവും എല്ലാം തികഞ്ഞവരൊന്നും അല്ലായിരുന്നു. അവരുടെ സാഹചര്യം വളരെ മോശമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് അവർ വളർന്നു വന്നത്. അവിടുന്ന് അവർ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർ മികച്ച വ്യക്തികളാണെന്ന് ഈ ലോകത്തിന് പ്രൂവ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ഈ സമയം തൊട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും. അതിനൊരു ലിമിറ്റേഷനും ഇല്ല. സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ലിമിറ്റായിട്ടൊന്നുമില്ല. നമ്മുടെ മനസ്സ് മാത്രമാണ് നമ്മുടെ ലിമിറ്റേഷൻ തീരുമാനിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും നമ്മളെ തന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് നമ്മൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഒരുപാട് ആളുകൾ പ്രൂവ് ചെയ്തതാണ്. 2 കാലും നഷ്ടപ്പെട്ട വ്യക്തി വരെ എവറസ്റ്റ് കീഴടക്കിയതാണ്. ഈ ലോകത്ത് അന്ധയായിട്ടൊരു വ്യക്തി സ്വന്തമായിട്ട് എഴുതി ആ ലോകത്ത് പബ്ലിഷ് ചെയ്ത് കോടാനുകോടി കോപ്പികൾ വരെ വിറ്റഴിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ ബലഹീനതകൾക്ക് നോക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് ചിന്തിച്ച് മുൻപോട്ട് പോവാം. താങ്ക് യു.